നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവസാന നിമിഷം വരുത്തിയ മാറ്റത്തിനെ ചൊല്ലി വിവാദം. വടകരയിലെയും തൃശൂരിലെയും മാറ്റം ബിജെപിയുടെ നിയമസഭയിലെ പൂട്ടിയ അക്കൗണ്ട് തുറപ്പിക്കാനാണെന്ന് മന്ത്രി എം.പി. രാജേഷ് ആരോപിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിക്ക് ഗുണകരമാകാനുള്ള നീക്കമെന്നാണ് ആരോപണം. കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നത് രാജസ്ഥാനിൽ ബിജെപിക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കാനെന്നും എം.പി. രാജേഷ് ആരോപിക്കുന്നു. വടകരയിലും ആലപ്പുഴയിലും CPM തോൽവി സംബന്ധിച്ചതിന് തുല്യമാണ് ആരോപണമെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. കോൺഗ്രസ് ലിസ്റ്റിലെ ട്വിസ്റ്റ് ബിജെപിക്ക് വേണ്ടിയോ? ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ എ സമ്പത്ത് CPMനെ പ്രതിനിധീകരിച്ച്, ശ്രീ എം ലിജു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ ജയസൂര്യൻ BJP പ്രതിനിധി എന്നിവർ. ആദ്യം ശ്രീ എ സമ്പത്ത്, ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും കോലീബി ആരോപണം ഉന്നയിക്കുക അതൊരു പതിവാണ്. ആ ഒരു പതിവ് ഇത്തവണയും ആവർത്തിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതിയോ? ചോദ്യം വളരെ കൗതുകകരമായ ഒരു ചോദ്യമാണ്. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും വളരെ കൗതുകപൂർവ്വം ആകാംക്ഷയോടുകൂടി ഈ കാര്യത്തെ, അത് തിരഞ്ഞെടുപ്പ് ഫലമെല്ലാം വന്നതിന് ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകളും എല്ലാം നമുക്ക് നടത്താം. ജയവും തോൽവിയും സംബന്ധിച്ച് പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ അധിക സമയവും എടുക്കുന്നില്ല. എൻ്റെ രണ്ട് ചങ്ങാതിമാർ ഇതിൽ പങ്കെടുക്കുന്നവർ അവരുടേതായ അഭിപ്രായങ്ങൾ കൃത്യമായി വ്യക്തമായി അവർ പറയട്ടെ. എൻ്റെ വിനീതമായ ചോദ്യം, ഈ കോലീബി സഖ്യം എന്നത് ഇത് വെറും ഒരു മിഥ്യയായിരുന്നു എന്ന്, ഒരു മരീചികയായിരുന്നു എന്ന്, അതൊരു ആരോപണം മാത്രമായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഡോക്ടർ മാധവൻകുട്ടിയും അഡ്വക്കേറ്റ് രത്നസിംഗും അത്തരത്തിൽ ജീവിച്ചിരുന്നില്ല എന്നും അവർ കോൺഗ്രസിൻ്റെ, BJPയുടെ, UDFൻ്റെ, BJPയുടെ സംയുക്ത സ്ഥാനാർത്ഥികളായി തന്നെ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥികളായി പാർലമെൻറ്റിലേക്കും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നില്ല എന്ന് പറയാനായി കഴിയുമോ? ഇതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കോലീബി സഖ്യം എന്നത് ആരെങ്കിലും വെറുതെ അത്തരത്തിൽ പടച്ചുണ്ടാക്കിയതായ ഒരു കഥയൊന്നുമായിരുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ജനസ്വാധീനം ഇടിച്ചു താഴ്ത്താൻ, അത്തരത്തിൽ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ പറയുമല്ലോ, 2+2 ചേർത്താൽ 4 ആകും എന്ന്, 4 ആകുമോ എന്ന്, 4 ആവില്ല എന്ന്, ചിലപ്പോൾ 4-നപ്പുറം പോകുമെന്നൊക്കെയുള്ള അത്തരത്തിലുള്ള പലതും ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. പക്ഷെ കേരളത്തിൽ കോലീബി സഖ്യം ഉണ്ടായിരുന്നു, പരസ്യമായി നഗ്നമായി മറനീക്കി പ്രകടമായി, അല്ലേ? അത് ആർക്കാ നിഷേധിക്കാൻ കഴിയുക? BJPയുടെ നേതാക്കൾക്കോ അതല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ മുമ്പ് കണ്ടിട്ടുള്ളത്, ചിലപ്പോഴൊക്കെ രഹസ്യമായി അത്തരത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളു തന്നെ, ഞാൻ പേര് പറയണോ? വേണ്ടല്ലോ. അദ്ദേഹം തന്നെ UDFൻ്റെ വോട്ടുകൾ എങ്ങനെയാണ് BJPയിലേക്ക് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയുണ്ടായല്ലോ. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ, അല്ലേ, അദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനുമായിരുന്നല്ലോ. ആരുടെ കാലത്താണ്? UDF ഭരണകാലത്തല്ലേ? കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരരംഗത്ത് വരികയും അങ്ങനെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്, അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉണ്ടായിരിക്കേണ്ടവർ എവിടെയാണ് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ഇതെല്ലാം കേരളത്തിലെ മാത്രം കാര്യങ്ങളാണ്. ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയൊന്നുമല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്നുള്ളത് ഈ സമീപകാലത്ത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്താൽ മതിയല്ലോ. അതിലേക്ക് വരും മുൻപ് ശ്രീ എ സമ്പത്ത്, കോലീബി പലരും തുറന്നു തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് BJPക്ക് വലിയ ഗുണമുണ്ടായിട്ടില്ല എന്നതൊരു വാസ്തവമാണ്. അവർക്ക് കുറച്ച് വോട്ടൊക്കെ കൂട്ടാൻ സാധിച്ചു എന്നതിനപ്പുറം ചതിക്കപ്പെട്ടു എന്നൊരു വികാരമാണ് BJPയുടെ പല നേതാക്കളും അതിനുശേഷം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം നിങ്ങൾ ഉന്നയിക്കാൻ, അവർ അവിടെ മത്സരിക്കും, അവിടെ മത്സരിച്ചാൽ അവിടെ നിന്ന് ജയിക്കും, അപ്പോൾ പാലക്കാട് ഒരു ഇലക്ഷൻ വേണ്ടിവരും, അവിടെ BJPക്ക് സ്വാധീനമുള്ള ഇടമാണ്, അപ്പോൾ നിങ്ങൾ തോൽവി മുൻകൂട്ടി
പ്രചരണം തുടങ്ങിയതേ ഉള്ളൂ, വിജ്ഞാപനം വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിട്ടില്ല, തോൽവി മുൻകൂട്ടി കാണുന്നു എന്ന ഒരു കാര്യം അവിടെ ഉണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഈ പാത്തു നിന്നവന് 10 പണം പിഴ എന്ന് പറയും. ഈ പറയുന്ന രഹസ്യബാന്ധവം കണ്ടുപിടിച്ചതിന് അപ്പോൾ ചോദിക്കുകയാണ്, അത് നിങ്ങൾ തോക്കും എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? കള്ളനെ കയ്യോടുകൂടി പിടികൂടുമ്പോഴേ ഇവിടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് വെച്ചോളൂ. ഞാൻ അതിന് ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ആലപ്പുഴയിൽ ആരിഫ് ജയിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹം, അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അദ്ദേഹം വീണ്ടും പാർലമെൻറ്റ് അംഗമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന് അത്തരത്തിൽ എല്ലാ ആശംസകളും നേരുകയാണ്. ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. വടകരയിൽ ഇപ്പോൾ ശൈലജ ടീച്ചറിന് അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ചുള്ളത് അത്തരത്തിൽ അത് ആശംസിക്കാൻ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതിനുള്ള അധികാരാവകാശങ്ങളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർക്കും. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്താണ്? രാജ്യസഭയിൽ ഇനി ഒരു പക്ഷേ രാജ്യസഭാ അംഗമായിട്ടുള്ള ഒരാൾ അത്തരത്തിൽ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ രാജിവെക്കാമെന്നുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് ഇതാണ്. അങ്ങനെയാണ് എങ്കിൽ ഇനി 4 അംഗങ്ങൾ കൂടി കിട്ടിയാൽ രാജ്യസഭയിൽ ഉറപ്പായി ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയുന്ന BJPക്ക് അങ്ങനെ ഒരു സഹായം, ഒരു കൈ സഹായം അത്തരത്തിൽ താമരയ്ക്ക് നൽകാനായി കഴിയുക എന്നുള്ളത്. തിരിച്ചോ വടകരയിൽ ഇത്തരത്തിലൊരു കാര്യത്തിൻ്റേത് വരുമ്പോൾ അവിടെ കോൺഗ്രസ്സിന് ഒരു സഹായം കൈ, അങ്ങനെ ആ കൈക്ക് താമര ഒരു സഹായം അങ്ങനെ നൽകുകയാണ് എങ്കിൽ അപ്പോൾ ഇതൊരു കൃത്യമായി നമ്മളൊരു പാലം വെച്ച് ആ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആ വിധത്തിൽ തന്നെ നടത്തുക എന്നുള്ളത് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന നിയമസഭാംഗം പോലും ഇല്ലാതായി സമ്പൂജ്യമായി BJP മാറിയത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് BJPയെ സഹായിച്ചോളാം. അറിയാമല്ലോ, നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്ന വേളയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്വയം പ്രഖ്യാപിക്കപ്പെട്ടു വന്ന് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും തുറന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെറും 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞതാണല്ലോ. എന്തിൻ്റെ ബലത്തിലാണ്? ഇന്ന് UDFന് കേരളത്തിൽ 41 MLAമാരുണ്ട് എങ്കിൽ ആ 41 MLAമാർ അങ്ങനെ ജയിച്ചു വന്നാൽ 35 സീറ്റ് എന്നുള്ളത് ഈ BJPക്കാണ് എങ്കിൽ 35 + 41 എന്നുള്ളത് വെച്ചുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ 140 MLAമാരുള്ള ഒരു കേരളത്തിൽ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി വേണമെങ്കിൽ 71 MLAമാരുടേതായ പിന്തുണ വേണം. 35 MLAമാരെ വെച്ച് കേരളത്തിൽ അത്തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാം എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണമെങ്കിൽ ഒന്നും കാണാതെ ഒന്നും പറയില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവർ തമ്മിൽ നടത്തിയിട്ടുള്ളത്, ആ ആശയവിനിമയങ്ങൾ, അത്തരത്തിലുള്ള അന്തർധാരകൾ പുതിയതല്ല, നടാടെയല്ല. അത് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ തുറന്നു കാട്ടും. കോൺഗ്രസ് പ്രതിനിധി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇവിടെ ഇപ്പോൾ കോലീബി ആരോപണം പല BJP നേതാക്കളും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാരോപണം ഉന്നയിക്കപ്പെടുകയാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. എല്ലാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പരസ്പരം ആർക്കാണ് BJPയുമായി ബന്ധം എന്ന ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ശക്തവുമാണ്. ഇത്തവണ കോൺഗ്രസ് ലിസ്റ്റിൽ അവസാനമുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇത്തരം ഒരു ആരോപണത്തിലേക്ക് നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഏതായാലും അങ്ങനെ കോൺഗ്രസ് ലിസ്റ്റ് അവസാന നിമിഷം ആശങ്കയിലാകാൻ, ആശയക്കുഴപ്പത്തിലാവാനുള്ള കാരണം വളരെ വ്യക്തമാണ്. പത്മജ BJPയിലേക്ക് ചേർന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട്. NDA മുന്നണി, BJPയുടെ NDA മുന്നണി 20 മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥിയെ മാത്രമാണ് നിർത്തുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണി 20 പാർലമെന്റ് മണ്ഡലത്തിൽ 2 വീതം 40 സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. ഇത് ജനങ്ങൾ വളരെയേറെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. BJPയുടെ മുന്നണിക്ക് ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥി ഉള്ളപ്പോ കോൺഗ്രസിന്റെയും CPMന്റെയും മുന്നണിക്ക് ഓരോ മണ്ഡലത്തിലും 2 സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്തുകൊണ്ട്? അവരെ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും ഈ ഇലക്ഷന്റെ സമയത്ത്. അത് മാത്രമല്ല, ഇപ്പോൾ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്കും ഒക്കെയുള്ള മാറ്റം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും വലിയ ഒരു ധാരണയുണ്ട്. അതിന് കാരണമുണ്ട്. ഞാനത് വ്യക്തമായിട്ട് പറയാം. CPMനും CPIക്കും ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിന് പുറത്ത് മത്സരിക്കുന്നത് അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലല്ല, മറ്റു പല ചിഹ്നങ്ങളിലുമാണ്. CPIMന്
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചാൻസും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ പ്രാദേശിക പാർട്ടി ആവാതിരിക്കണമെങ്കിൽ ദേശീയ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ നേടിയിരിക്കണം. അപ്പോൾ വെന്റിലേറ്ററിലാണ് ശരിക്കും പറഞ്ഞാൽ CPM. അപ്പൊ വെന്റിലേറ്ററിലായി പോയ CPM-ഉം നേരത്തെ ദേശീയ പാർട്ടി സ്ഥാനത്ത് നിന്ന് മരിച്ചുപോയ CPI-യും ഇപ്പോൾ കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷികളാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളെയും ജീവിപ്പിച്ചെടുത്ത് നിലനിർത്തേണ്ട ചുമതല ഇപ്പൊ കോൺഗ്രസിന്റെ തോളിലാണ്. സ്വയം തന്നെ ജീവിച്ചിരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായ കോൺഗ്രസ് മുമ്പേ ദേശീയ സ്ഥാനത്ത് നിന്ന് മരിച്ചുപോയ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൂടി ജീവിപ്പിച്ചെടുക്കേണ്ട ചുമതല ഏറ്റെടുത്തതിന്റെ ഫലമാണ്, അതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ ഈ സീറ്റ് മാറ്റത്തിന്റെ പിന്നിലുള്ള കാതലായിട്ടുള്ള കാരണം. അതായത് വടകര സീറ്റ് CPM-ന് വിട്ടുകൊടുക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വന്ന് CPI-യെയും സഹായിക്കണം. അതിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ദൗത്യം വളരെ വിജയകരമായി നടപ്പാക്കുകയാണ് മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് വന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. റിസൾട്ട് വരുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കാണാം. ഇവർക്ക് രണ്ടുപേർക്ക് നഷ്ടം വരും. ഈ രണ്ടിടത്തും BJP ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് JC വേണുഗോപാൽ വരും. കാരണം ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം സീറ്റ് എന്നുള്ള നിലയിൽ LDF-ഉം UDF-ഉം കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പൊ അവിടെയാണ് ഷാഫി പറമ്പലിനെ വടകരയിൽ കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ മുസ്ലിങ്ങളെയും ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങളെയും തലോടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ജാതി കക്ഷികളുടെയും ജാതി താല്പര്യങ്ങളുടെയും മത താല്പര്യങ്ങളുടെയും തടങ്കലിലായി പോയ CPM-ഉം കോൺഗ്രസും അവരുടെ മുഖം രക്ഷിക്കുകയും വേണം, മുന്നണി രക്ഷിക്കുകയും വേണം, ഘടകകക്ഷികളെയും രക്ഷിക്കണം. ഒപ്പം തന്നെ ന്യൂനപക്ഷ പ്രീണനവും നടത്തണം. എത്ര വലിയ ഒരു സർക്കസാണ് കോൺഗ്രസും CPM-ഉം കേരളത്തില് ഈ പാർലമെന്റ് ഇലക്ഷനിൽ നടത്തുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. M. ലിജു, പ്രധാന ആരോപണം നിങ്ങൾക്കെതിരെയാണ്. ഇന്ന് MP രാജേഷിന്റെ പോസ്റ്റാണ് ഇത്തരം ഒരു ചർച്ച വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള സർപ്രൈസ് K. മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള വരവ്, അത് ഒരുപക്ഷെ BJP ഏറ്റവും സ്വാധീനം അല്ലെങ്കിൽ അവർക്ക് സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കമെന്ന് പറയുമ്പോൾ തന്നെ ശൈലജ ടീച്ചറിനെ നേരിടാൻ വടകരയിൽ ഷാഫി മതിയോ എന്നൊരു ചോദ്യം ഉയരുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിന്റെ ചോദ്യം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ആരെ സഹായിക്കാനാണ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നീക്കം എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരില്ലേ? ഞാനൊന്ന് MP രാജേഷിൻ്റെ പോസ്റ്റ് കണ്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കേരളത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇത്തവണ 20 സീറ്റും കോൺഗ്രസ് ജയിക്കും. ഇവിടെ BJP ഒരു സീറ്റിനും ജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഇതാണ്. പോസ്റ്റ് കണ്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് ചുരുക്കി സൂചിപ്പിക്കാം. പോസ്റ്റ് കാണാത്ത ഒരാൾക്ക് ഈ ചർച്ചയിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. MP രാജേഷിന്റെ പോസ്റ്റിന്റെ ചുരുക്കം, ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും, BJP അവിടെ സ്വാധീനമുള്ള ഇടമാണ്, അവരുടെ പൂട്ടി അക്കൗണ്ട് തുറപ്പിക്കാനുള്ള വഴിയാണ് അത് ഒരു ആരോപണം. ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ വന്നത് എന്തുകൊണ്ടാണ്? രാജ്യസഭ വന്നത്, അവിടെ നിന്ന് ജയിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടും. അവിടെ ഒരു ഇലക്ഷൻ വന്നാൽ ആ സീറ്റ് കിട്ടില്ല. അപ്പോൾ BJPക്ക് രാജ്യസഭയിൽ, അവർക്ക് രാജ്യസഭയിലാണ് ഭൂരിപക്ഷമില്ലാത്തത്, അവിടെ ഒരു സീറ്റ് അധികം ലഭിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ചുരുക്കം. കോലീബി സഖ്യത്തിന്റെ മറ്റൊരു പതിപ്പാണ്. വടകരയും ആലപ്പുഴയുമാണ് ഇത്തവണ. അപ്പോൾ ഞാൻ വിശദമായി തന്നെ മറുപടി പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ സീറ്റിലെ, അതായത് ഇത്തവണത്തെ ലോക്സഭാ സീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ 20 സീറ്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ജയിക്കും. കഴിഞ്ഞ തവണ 19 എന്നുണ്ടെങ്കിൽ ഇത്തവണ ആലപ്പുഴ കൂടി ജയിച്ച് 20 സീറ്റും കോൺഗ്രസ് ജയിക്കും. രണ്ടാമത്തെ കാര്യം, BJPയെ ഞങ്ങൾ ഒരു കാരണവശാൽ ജയിക്കാൻ വിടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ BJP ശക്തമായ മത്സരം നടത്തിയ സ്ഥലം തിരുവനന്തപുരം, അവിടെ ശ്രീ ശശി തരൂർ ജയിച്ചു, ഇത്തവണയും ജയിക്കും. അതോടെ പത്തനംതിട്ട ഒരു ശക്തമായ മത്സരം നടത്തിയൊരു സ്ഥലമാണ്, അവിടെയും അവരെ തോൽപ്പിച്ചു. ഇത്തവണ അവർ ഏറ്റവും ശക്തമായ മത്സരം നടത്തുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂരിൽ, അവിടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്ന വനിതയെ പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്ത്
മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്, മുൻ KPC അധ്യക്ഷൻ ശ്രീ K മുരളീധരനെ തന്നെ മത്സരിപ്പിച്ച് ഇത്തവണ ഞങ്ങൾ തൃശ്ശൂരിൽ BJP ഒരു കാരണവശാലും അക്കൗണ്ട് തുടങ്ങാൻ സമ്മതിക്കില്ല, ഞങ്ങൾ 100% അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒന്ന് സമ്പൂർണ്ണ വിജയം, 2 BJPയുടെ സമ്പൂർണ്ണമായ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളത്. പിന്നെ 3 ഇവിടെ MB രാജേഷിൻ്റെ പോസ്റ്റിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു. MB രാജേഷിൻ്റെ ഇപ്പോൾ നിങ്ങൾ വ്യക്തമാക്കിയ കാര്യം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ MB രാജേഷിന്, അതായത് പാലക്കാട് ജില്ല എന്നുള്ളൊരു മന്ത്രിയാണ് MB രാജേഷ്. അദ്ദേഹത്തെ ഈ MLA-മാരെ മത്സരിപ്പിക്കുന്നതിനോട് ആശയപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജോയിയെ മത്സരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, KK ശൈലജയെ മത്സരിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ MLA-മാർ മത്സരിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണെന്ന അഭിപ്രായം രാജേഷിനില്ല. രാജേഷ് പിന്നെന്താ പറയുന്നത്? പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ, ദയവായിട്ട്. ഞാൻ മുഴുവൻ ഒന്നാമത്തെ അല്ല, ഒന്നുകിൽ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേൾക്കണം. അതിനൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എനിക്ക് കൃത്യമായി നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഞാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2, ഒരു MB രാജേഷിന് ഇപ്പം MLA-മാരെ മത്സരിപ്പിക്കുന്നതിനകത്ത് ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത് പാർട്ടി തീരുമാനത്തിൽ വ്യക്തമാണ്. പക്ഷേ അപ്പോൾ പാലക്കാട് മാത്രം അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, പാലക്കാട് നിന്നും ഉള്ള MLA ആയ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അവിടെ BJP ജയിക്കും. സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഇത്ര ആത്മവിശ്വാസം ഇല്ലാത്ത ആളാണോ MB രാജേഷ്? പാലക്കാട് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വീണ്ടും ഉറപ്പാണ്. നേരത്തെ അവിടെ ഷാഫി ജയിച്ചെങ്കിൽ ഇത്തവണ ഷാഫി വടകര MP ആയിട്ട് പോയി കഴിയുമ്പോൾ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എന്നാണ് രാജേഷ് സ്വന്തം പാർട്ടിയോട് ഇത്ര ആത്മവിശ്വാസമില്ലാത്തത്? കോൺഗ്രസിനെതിരെ നേർക്ക് മത്സരം നടത്താൻ, അല്ലെങ്കിൽ BJPയെ ആശയപരമായും രാഷ്ട്രീയമായും പരാജയപ്പെടുത്താനുള്ള ശക്തി പാലക്കാട് ജില്ലയിലെ CPM-നില്ലേ? അപ്പൊ അത്ര ദുർബലനായ ഒരു വ്യക്തിയാണോ? അത്ര സ്വന്തം പാർട്ടിയെ കുറിച്ച് അവമതിപ്പുള്ള വ്യക്തിയാണോ MB രാജേഷ്? അപ്പോൾ എനിക്ക് MB രാജേഷിനോടാണ് സഹതാപം. സ്വന്തം പാർട്ടിയുടെ സംഘടനാ ശേഷിയെക്കുറിച്ച് പാലക്കാട് ജില്ലയിൽ BJPക്കെതിരെ മത്സരം ഉയർത്താൻ പോലും കഴിയയില്ല എന്നും അവർ ജയിക്കുമെന്ന് പറയുന്ന MB രാജേഷിനുള്ള സഹതാപം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല. സമ്മതിക്കുന്നു എന്നത് ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അവിടെയും ഞങ്ങൾ തോൽക്കും എന്നത് പറയാതെ പറയുകയാണ് ശ്രീ MB രാജേഷ്. അതാണ് ഏറ്റവും ആരോപണം ഉയരുന്നത്. എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ, ബാക്കിയോടെ വേണേ പറയാം. രേണുക എന്നോട് നേരത്തെ ചോദിച്ച ലിജു എന്തോ പറയാനായി ആഗ്രഹിച്ചു എന്ന് തോന്നുന്നു. രേണുക പറഞ്ഞു പൂർത്തീകരിച്ചില്ല എന്നൊരു പരാതിയാണ് ലിജു പറഞ്ഞത്. ലിജുവിന് സമയം ഞാൻ കൊടുക്കാം. ശ്രീയെ സമ്പത്ത് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. ലിജു രേണുക എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നേരത്തെ ഞാനത് പറഞ്ഞത്, ഇപ്പോൾ ലിജു വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ, സഖാവ് MB രാജേഷിൻ്റെ ആ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. രേണുക പറഞ്ഞപ്പോഴാണ്, അപ്പോൾ ആ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് ലിജു പറഞ്ഞത്. അത് അങ്ങനെ തന്നെ നമ്മൾ മുഖവിലേക്ക് എടുക്കുക. ആ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചുവല്ലോ, ഈ സത്യമായ ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോൾ അത് ആരോപണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? എൻ്റെ വിനീതമായ ചോദ്യം ഞാൻ ആവർത്തിക്കുകയല്ല. അഡ്വക്കേറ്റ് രത്നസിംഗ് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നോ? ഡോക്ടർ മാധവൻകുട്ടി, ഒരാൾ അഡ്വക്കേറ്റ് രത്നസിംഗ് ഞങ്ങളെല്ലാം ലേണഡ് സീനിയർ എന്ന് തൊഴുതുകൊണ്ട് പറയേണ്ടുന്നതായിട്ടുള്ള ഞങ്ങളുടെ നിയമരംഗത്തെ ലിജുവിനെയും എന്നെയും ഒക്കെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ എപ്പോഴും അത്തരത്തിൽ എങ്ങനെ ഞങ്ങളുടെ ഗുരുനാഥനായി കാണുന്ന ആ വിധത്തിലുള്ള അപാരമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ. ഡോക്ടർ മാധവൻകുട്ടി ആരാണ്? വളരെ പ്രഗത്ഭനായ ഡോക്ടർമാരിൽ ഒരാളാണ്. അത്തരത്തിലുള്ള ഭിഷകുരന്മാരിൽ ഒരാളാണ്. കേരളം അത്തരത്തിൽ സംഭാവന ചെയ്ത അത്തരത്തിൽ. അപ്പോൾ ഡോക്ടർ മാധവൻകുട്ടി സാറ് അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു? ഇവർ മത്സരിച്ചത് ആർക്കെതിരായിട്ടാണ്? ബേപ്പൂരിലും വടകരയിലും മത്സരിച്ചത് ആർക്കെതിരായിട്ടാണ് രേണുക? LDFനെതിരായിട്ടല്ലേ? അപ്പോൾ അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ?
ഞാൻ നേരത്തെ ചോദിച്ചുവല്ലോ, മുമ്പ് UDFന്റെ തന്നെ സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പോയി BJPക്ക് അവിടെ അക്കൗണ്ട് കേരളത്തിലെ നിയമസഭയിലേക്ക് തുറക്കാനായി ഇടയായതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുകയുണ്ടായല്ലോ. UDFൽ നിൽക്കുന്ന വേളയിൽ, മാറിയതിനു ശേഷമല്ല. ഡോക്ടർ KS രാധാകൃഷ്ണൻ അത്തരത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പിച്ച് അങ്ങനെ BJP നേതാക്കളിൽ ആത്മവിശ്വാസമെല്ലാം നൽകി അദ്ദേഹം ജയിച്ചതായി തന്നെ അദ്ദേഹത്തിനും തോന്നി. പക്ഷേ അതൊരു മരീചികയായിരുന്നു, നിഴലായിരുന്നു എന്നുള്ളതും എന്താണ് സംഭവിച്ചെന്നും അദ്ദേഹം തന്നെ BJPയിൽ തന്നെ നിൽക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായല്ലോ. ഇവിടെ ഇത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടെന്നുള്ളത് ഒരു ആരോപണവുമല്ല കേരളത്തെ സംബന്ധിച്ച്. ഇനി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ജയസൂര്യ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ മുന്നണി എന്നുള്ളതിൽ അതിൻ്റേതായിട്ടുള്ള വിവിധ കമ്മിറ്റികൾ, ഞങ്ങൾ CPM അതിൽ അംഗങ്ങളല്ല, ഇന്ത്യ മുന്നണിയിലുണ്ടെന്നുള്ളത് ശരിയാണ്. 2, കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മുന്നണിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു. ഇനി BJPക്ക് അത് മനസ്സിലാകില്ല എന്നുണ്ട് എങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാനതിൽ ഒരു മിനിറ്റ് എടുത്തൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ 1977 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമെല്ലാം നടന്ന അതിനുശേഷം 1 കാൻഡിഡേറ്റ് 1 സീറ്റ്, ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിലെ അന്നത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അന്നത്തെ പ്രതിപക്ഷത്തിന് അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താനായി കഴിഞ്ഞിരുന്നുവോ? ഇല്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ബൊഫോഴ്സ് അഴിമതി ആരോപണമെല്ലാം ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് അത് കഴിഞ്ഞ് ലോക്സഭാ അംഗങ്ങൾ 4.5 വർഷമായപ്പോൾ, എല്ലാ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ 4.5 വർഷമായപ്പോൾ രാജിവെച്ച് പുറത്തു വന്നു. 5ാമത്തെ വർഷമായപ്പോഴാണ് തെരഞ്ഞെടുപ്പ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് 89 നടക്കുമ്പോൾ 1989 അന്ന് ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അന്ന് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് പരസ്പരം ധാരണയെങ്കിലും ഉണ്ടാക്കി ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്താൻ കഴിഞ്ഞിരുന്നുവോ? ഇല്ലല്ലോ. NDA രൂപീകരണത്തിന് ശേഷം തന്നെ അത്തരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ NDAയിലെ എല്ലാ ഘടകകക്ഷികളും അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അത്തരത്തിൽ തന്നെ മത്സരിക്കാനായി കഴിഞ്ഞിരുന്നുവോ? ഇല്ലല്ലോ. ഞങ്ങൾ കാണുന്നത് BJPയുടെ ഈ ഗവൺമെൻറ് ഈ ജനദ്രോഹ നടപടികൾ, ജനവിരുദ്ധ നയങ്ങൾ ഇത് അവസാനിപ്പിക്കണം. ശരി. വർഗീയതയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുകയാണ്. എൻ്റെ ചങ്ങാതി അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞു വന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ന്യൂനപക്ഷ വിരുദ്ധ വികാരം വല്ലാതെ ഇങ്ങനെ അറിയാതെ പുറത്തേക്ക് തലനീട്ടി വന്നതും നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരും, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞാലും അഡ്വക്കേറ്റ് ലിജു പറഞ്ഞാലും ഞാൻ സമ്പത്ത് പറഞ്ഞിരുന്നാലും ഞങ്ങളുടെ എല്ലാം പാർട്ടികൾ, മുന്നണികൾ ജയിക്കുമെന്നും ഞങ്ങൾ എല്ലാ സീറ്റുകളിലും ജയിക്കും എന്ന് തന്നെയായിരിക്കും പറയുക. ഇതൊരു രാഷ്ട്രീയമായി ജനങ്ങളെ വിദ്യാഭ്യാസം നൽകുന്നതായിട്ടുള്ള ഏറ്റവും വലിയ വേദി എന്നുള്ളതൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഇന്ന് അധികാരത്തിലുള്ള BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനു പകരം കോൺഗ്രസ് അല്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അല്ല? ഇന്ത്യയിൽ ഒരു മാസക്കാലത്തിനിടയിൽ, ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ 38 കോൺഗ്രസ് നേതാക്കൾ, ആരൊക്കെ മുൻ PCC പ്രസിഡന്റുമാർ, മുൻ യൂണിയൻ മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, PCCയുടെ ജനറൽ സെക്രട്ടറിമാർ, മുൻ MP മാർ, നിലവിലുള്ള MP മാർ അടക്കം അവരെല്ലാം പോവുകയാണ്. തീരുന്നില്ല. ജയിച്ച് അവരുടെ കയ്യിലേക്ക് വെള്ളി തളികയിൽ കൊണ്ടുവന്ന് അധികാരം കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ കേരളത്തിലും ഉണ്ടായ ഒരു ആരോപണം, അതിൽ നിന്ന് രക്ഷ തേടാനാണല്ലോ അവസാന നിമിഷം കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുന്നതും അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതും. പക്ഷേ അവിടെയും നിങ്ങൾ പഴയ ചരിത്രം ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങളുമായി എത്തുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ എല്ലാ അതിഥികളിലേക്കും തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ 91 അവസ്ഥ തന്നെ ആയിരിക്കും ഇത്തവണ BJPക്ക് ഈ കൂട്ടുകെട്ടിലും ഉണ്ടാവുക എന്ന ഒരു കാര്യം കൂടി ഈ പോസ്റ്റിൽ MP രാജേഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൃശ്ശൂര് വലിയ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രതിച്ഛായയൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ പ്രവർത്തകരോട് വഴക്കിട്ടുകൊണ്ട് ഞാൻ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്ന സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ കാണുന്നത്. പാർട്ടിക്ക് ആളെ അല്ലെങ്കിൽ പരിപാടിക്ക് ആളെ എത്താത്തതിലുള്ള പ്രതിഷേധമാണ് സുരേഷ് ഗോപി അവിടെ പ്രകടിപ്പിച്ചത്. മുരളീധരൻ എത്തുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകളാകും എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങളുടെ ഫലമാണോ ഈ കാണുന്നതൊക്കെ? ഒരിക്കലുമല്ല. അത്തരമൊരു ആശയവിനിമയം അതിന്റെ ആവശ്യവും ഇല്ല. ഇവിടെ ഈ രണ്ടുപേരും, ശ്രീ സമ്പത്താണെങ്കിലും ലിജു ആണെങ്കിലും, പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവരാണ്, അനുഭവമുള്ളവരാണ്. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്നും അടിയൊഴുക്കുകളും മുകളൊഴുക്കുകളും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം
അവരുടെ രണ്ട് പാർട്ടികളും മുന്നണികളും ഒരേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വളരെയേറെ അനുയോജ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിരവധി സീറ്റുകൾ BJP ഇത്തവണ ജയിക്കും, ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കും എന്നുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലവിലുണ്ട്. ഈ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഡബിൾ ഡിജിറ്റ് ആണോ? അതെ, ഡബിൾ ഡിജിറ്റ് എന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരേ സീറ്റിൽ ഒരേ മുന്നണി രണ്ട് കക്ഷികളെ നിർത്തുന്ന അപകടകരമായ ആ ഒരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് CPM-ന് ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ CPM വേണം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കൊണ്ടുവരാൻ. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എത്ര സീറ്റ് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കും? കേരളത്തിൽ നിന്ന് CPM എത്ര സീറ്റ് കൊണ്ട് പാർലമെന്റിൽ ഞങ്ങളെ സഹായിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതല്ലേ, എത്ര സീറ്റിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നോ അത്രയും സീറ്റ് കൊണ്ട് സഹായിക്കും. ഇതല്ലേ അവസ്ഥ? ഇത് കേരള സമൂഹം ചർച്ച ചെയ്യുകയല്ലേ. ഇപ്പൊ CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും രാഹുലിനെ പ്രധാനമന്ത്രിയാക്കണം. ഇനി രാഹുലിനെ അല്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പിന്നെ സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാൻ CPM-ന് സാധിക്കുമോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 1% വോട്ട് പോലും ഇല്ല. ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് കോൺഗ്രസ് മാത്രമാണ് ഒരു താങ്ങുകാലായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ നാടകം എന്തിനാണ്? ഫലത്തിൽ ഇവരുടെ ഈ ഒരു സീറ്റിൽ രണ്ട് സ്ഥാനാർത്ഥികളെ ഒരേ മുന്നണി നിർത്തുമ്പോൾ ഞങ്ങളാണ് സന്തോഷിക്കുന്നത്. കാരണം BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നയം ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് ഡബിൾ ഡിജിറ്റ് MP-മാര് കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ്. അതുപോലെ CPIM ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് വേണം അവർ ഈ പറയുന്ന ആദർശം നടപ്പിലാക്കി കാണിക്കാൻ. പക്ഷെ ഇവിടെ അവർ പറയുന്നത് ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, നിങ്ങൾ പരസ്പരം മത്സരിക്കൂ, അത് BJP-യെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കുകയാണ്. എങ്ങനെ BJPക്ക് കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുക്കാം എന്നുള്ളതില് CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ട് പാർട്ടികളോടും നന്ദിയുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ M. ലിജു, ഇവിടെ ഇപ്പോൾ TN പ്രതാപൻ തൃശ്ശൂരിൽ എത്രയോ നാൾ മുതൽ തന്നെ പ്രവർത്തനങ്ങൾ, ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തനങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന് സാധാരണക്കാർ മുതൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളിലും ഉള്ള സ്വാധീനം എത്രയെന്നറിയാം. അദ്ദേഹം ഏതാണ്ട് വിജയം ഉറപ്പിച്ച തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവസാന നിമിഷം പത്മജയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അത് എന്തുമാവട്ടെ, ഇപ്പോൾ താങ്കൾ പാലക്കാടിന്റെ കാര്യമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോഴുണ്ടാകുന്ന രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നിങ്ങൾ എന്തു പറഞ്ഞ് നേരിടും? അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. CPM കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റാണ്. ഇൻ കേസ് അവിടെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെട്ടാൽ പോലും മുന്നണിയെ സംബന്ധിച്ച് നഷ്ടമുണ്ടാകുന്നില്ല എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു, ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് പോയിരുന്നില്ല എങ്കിൽ. ആലപ്പുഴ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ശ്രീ സമ്പത്തിനും ശ്രീ ജയസൂര്യയ്ക്കും മറുപടി പറയാനുണ്ട്. പക്ഷേങ്കിൽ ഇതും രേണുക ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാനതിന് മറുപടി പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശ്രീ KC വേണുഗോപാൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ തിരികെ പിടിക്കാൻ ഏറ്റവും അനുയോജ്യനും തിരികെ പിടിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ KC വേണുഗോപാൽ. എന്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ജയിക്കാൻ എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റക്കക്ഷിയായി മാറുക എന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അനിവാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസ് മുന്നണി എന്നുള്ളതല്ല, ഒരൊറ്റ പാർട്ടി എന്നതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സീറ്റുകൾ വാങ്ങിയെടുക്കുക. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ രാജ്യവ്യാപകമായി മത്സര രംഗത്തിറങ്ങുന്നത്. ഇപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആലപ്പുഴയിൽ ഞങ്ങൾക്ക് പരാജയപ്പെട്ടു, ആ ഒരു സീറ്റ് CPM-ന് ലഭിച്ചു എന്ന് കരുതുക. നാളെ CPM ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുമോ? അങ്ങനെ പറ്റില്ല.
എല്ലാ സീറ്റും കോൺഗ്രസ് ജയിക്കണം. കോൺഗ്രസ് ജയിക്കാൻ പറ്റാവുന്ന എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അതാണ് ശ്രീ എം ലിജു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നിങ്ങൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നുവെങ്കിൽ ഈ രാജ്യസഭാ സീറ്റിന്റെ നഷ്ടം ഉണ്ടാകില്ലായിരുന്നു. അവിടെ നിങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടല്ലോ, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കി നിങ്ങൾക്ക് ജയിപ്പിച്ചെടുക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ നഷ്ടം വരത്തില്ല. BJP ഉണ്ടാകുന്ന ആ ഒരു സീറ്റ് കുറയ്ക്കാൻ കഴിയുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞൊന്നും രേണുകയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭ എണ്ണിട്ടാണോ ലോക്സഭ എണ്ണിട്ടാണോ? ഞാൻ ഇനി അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. രാജ്യസഭ എണ്ണിട്ടാണോ ലോക്സഭ എണ്ണിട്ടാണോ രാജ്യത്തെ ഏറ്റവും ലോക്സഭ ഈ രാജ്യത്തിന്റെ ക്യാബിനറ്റ് രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയായി ഒരാളെ സത്യപ്രതിജ്ഞ വിളിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ശോഭാ സുരേന്ദ്രനാണ് BJP കാൻഡിഡേറ്റായി എത്തിയിരിക്കുന്നത്. ലോക്സഭയല്ലേ? ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ലോക്സഭയിലേക്ക് വരുന്ന ആളുടെ പിന്തുണ ഇന്ത്യ മുന്നണിക്കല്ല എന്ന് താങ്കൾ ഉറപ്പിക്കുന്നത്? അല്ല, രേണുകയ്ക്ക് ഒന്നുകിൽ കേൾവിയുടെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്, അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്ത് ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിളിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ പ്രതിനിധിയാണ്. നാളെ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ BJPക്കാണ് കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടുതലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയിരിക്കും, അല്ലെങ്കിൽ BJP ആയിരിക്കും എന്ന കാര്യത്തിൽ രേണയ്ക്ക് വല്ല സംശയമുണ്ടോ? അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ നാളെ ആരെങ്കിലും പിന്തുണച്ചേക്കും എന്ന് കരുതി അവരുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ അവസരം ഉണ്ടാക്കുന്നതാണോ ശരി? ഞങ്ങൾക്ക് പരമാവധി സീറ്റ് ലഭിക്കാൻ ശ്രമിക്കുന്നതാണോ ശരി? ഞങ്ങൾ ആ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങി ഒറ്റയ്ക്ക് രാജ്യത്ത് ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് വരണം. അല്ല, ഞാൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിനെ മനസ്സിലാക്കിയാൽ ഒന്ന് പേഷ്യൻ്റ് ഹിയറിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കുമെന്നാണ് കാര്യം. ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു മതേതര സർക്കാർ ഉണ്ടാക്കാൻ ഏറ്റവും അനിവാര്യം. അവിടെ ഒരു കോംപ്രമൈസ് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ കിട്ടുന്ന ഒരു സീറ്റുകൾ പോലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ കക്ഷിയാകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ഷുവർ ബെറ്റുകളായ നേതാക്കന്മാരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയത് കരുതുന്നു. രാജ്യസഭാ സീറ്റ് എണ്ണിട്ടല്ല രാജ്യത്ത് പ്രധാനമന്ത്രിമാരെ ക്ഷണിക്കുന്നത്. അതൊരു സെക്കൻഡറി കേസാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ലോക്സഭ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതാണ് ഞങ്ങളുടെ മറുപടി. രണ്ടാമതൊരു കാര്യം, നേരത്തെ ബഹുമാന്യനായ ശ്രീ എ സമ്പത്ത് എന്നോടൊരു ചോദ്യം ചോദിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന് ഈ ബേപ്പൂരെയും മറ്റും സ്ഥാനാർത്ഥി ആരായിരുന്നു, അത് ആരുടെ പാർട്ടിയായിരുന്നു എന്നായിരുന്നു സംശയമുണ്ട്. അത് കോൺഗ്രസിൻ്റെതായിരുന്നു. എനിക്ക് മറ്റൊരു സംശയമുണ്ട് ശ്രീ സമ്പത്ത്. പിന്നെ 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ശ്രീ ശിവദാസ മേനോന്റെ നിയമസഭ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ട്രാൻസ്ലേറ്റർ O രാജഗോപാലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ ഉദ്ഘാടകൻ ലാൽകൃഷ്ണ അദ്വാനിയുമായിരുന്നു. ശരി, അങ്ങ് ഉദുമയിൽ കാസർഗോഡ് KG മാരാറിന് വേണ്ടി നിങ്ങൾ പൊതു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ ആ ഉദ്ഘാടനം അത് ആരുടേതായിരുന്നു? ആ ശിവദാസ മേനോൻ അദ്വാനിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അതോ EMSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു? നമുക്കിനി 10 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഞാൻ ഇടപെടുകയാണ് ശ്രീ എം ലിജു. ശ്രീ എ സമ്പത്ത്, ഏത് രൂപമാണെങ്കിലും ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ എല്ലാ തവണയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഉദുമയും ശിവദാസ മേനോന്റെ കാര്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബാലശങ്കറിന്റെ ആരോപണം ഉണ്ടായിരുന്നു. CPM-ഉം BJP-യും തമ്മിൽ ബന്ധമെന്നതായിരുന്നു അന്ന് ബാലശങ്കർ ഉയർത്തിയ ആരോപണം. അങ്ങനെ നിരവധി തവണ ഇത് പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത കേസാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനും ലോക്സഭയിൽ അവർക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരാനും ഉള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവർ നിർത്തുന്നു. നിങ്ങൾ അത് കണ്ട് ഭയപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ചരിത്രത്തിൽ നിന്ന് ചികന്നെടുത്തു കൊണ്ടുവന്ന് ഇടുകയാണ്. നിങ്ങളും ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുക എന്നതാണോ? രേണുക അപ്പോൾ ഞങ്ങൾ 3 ചങ്ങാതിമാരുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും വക്കീലന്മാരാണല്ലോ, ഞങ്ങൾ 3 പേരും ഒരേ പ്രൊഫഷനിൽ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണെങ്കിലും അപ്പോൾ അവർക്ക് കൂടിയുള്ള സമയം ഞാൻ അപഹരിക്കാതെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. BJP ഇപ്പോൾ അടുത്ത കാലത്തായി ചെയ്യുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം,
ഇന്ത്യയുടെ ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ അല്ല ലോക്സഭയിൽ അതിൻ്റെ ഈ പ്രൊസീജിയറിലോ എവിടെങ്കിലും അത്തരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നേതാവിനെ അങ്ങനെ പ്രധാനമന്ത്രിയാകുന്നതിനും ഒരു മന്ത്രിസഭ രൂപീകരിക്കുക, ദേ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപതി ക്ഷണിക്കണം എന്ന് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ 1996 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആൾ ഏത് സഭയിൽ അംഗമായിരുന്നു? ലോക്സഭയിലോ രാജ്യസഭയിലോ? പ്രധാനമന്ത്രിയായി ദേവഗൌഡ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം 6 മാസത്തിനുള്ളിൽ രാജ്യസഭയിൽ അംഗമായി ആണല്ലോ. ഇത് ആദ്യത്തെ സംഭവമായി കണക്കാക്കേണ്ടതുമില്ല. ഇനി തീരുന്നില്ല. വി പി സിംഗ് പ്രധാനമന്ത്രിയായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിലാണോ? അല്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത് ആരോപണങ്ങളേ അല്ല. വേണമെന്ന് പറയുന്നത് ഞങ്ങൾ ചരിത്രം ചികഞ്ഞുകൊണ്ടുവരികയാണ്. ഇനി വേറൊരു കാര്യം, അതായത് ജയസൂര്യ പറയുമ്പോൾ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് അടുത്ത റൗണ്ട് ഉണ്ടല്ലോ ലിജുവിന്. ഈ CPIയുടെ അല്ലെങ്കിൽ CPIMൻ്റെ എല്ലാം ദേശീയ പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഈ CPIMൻ്റെ ദേശീയ പദവിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നോട്ടീസ് കൊടുത്താൽ അതിന് മറുപടി കൊടുക്കും, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ BJPക്കും കോൺഗ്രസിനും വേണ്ടത് ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളതാണ്. ഏത് വിധത്തിലും ഇടതുപക്ഷത്തെ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ മുരളീധരനെ അല്പം മോശം ഭാഷയിൽ ശിഖണ്ഡി എന്ന് വിളിച്ചുകൊണ്ടാണ്, തോൽക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ ആ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഉണ്ടായിരുന്ന BJPയുടെ അക്കൗണ്ട് നിയമത്തെ എങ്ങനെയാണ് പൂട്ടിച്ചത് എന്നറിയാമല്ലോ. കോൺഗ്രസ് അവിടെ മുരളീധരനെ ഇറക്കിയതുകൊണ്ട് മാത്രമാണ്. അല്ല, മുരളീധരൻ വന്നില്ലെങ്കിൽ മറ്റൊരാൾ വരും. മുരളീധരൻ വന്നാൽ എല്ലായിടത്തും ജയിച്ചോളൂ എന്നാണ് രേണുക വിചാരിക്കുന്നത്. 1996 സാക്ഷാൽ കെ കരുണാകരനെ തോൽപ്പിച്ച LDF നേതാവിൻ്റെ പേര് സഖാവ് VV രാഘവൻ എന്നാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടയാളം. CPI നേതാവ് അരിവാൾ സുനിൽകുമാറിൻ്റെ അടയാളം. ഇപ്പോൾ മത്സരിക്കുന്ന സുനിൽകുമാറിൻ്റെ അടയാളം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് അല്ല ഞാനൊന്ന് പറഞ്ഞു രേണുക, ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ കുട്ടി. ഞാൻ കുറച്ചുകൂടി ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ, നിങ്ങൾ മാധ്യമപ്രവർത്തകൻ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ. 98 അദ്ദേഹത്തിൻ്റെ പുത്രൻ സാക്ഷാൽ കെ മുരളീധരൻ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തെയും പരാജയപ്പെടുത്തി ആര്? സഖാവ് VV രാഘവൻ. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷം, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 18000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. സുനിൽകുമാറിനൊരു ഭാഗ്യം ലഭിച്ചോട്ടെ, സഹോദരനെയും സഹോദരിയെയും ആങ്ങളെയും പെങ്ങളെയും ഒരേ മണ്ഡലത്തിൽ തന്നെ പരാജയപ്പെടുത്തി എന്നുള്ളതായിട്ടുള്ള ആ ഖ്യാതി അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിലുള്ളത് ഇത്രയേ ഉള്ളൂ. സഖാവ് MP രാജേഷിൻ്റെ പോസ്റ്റിൽ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും നടത്തുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഒരു അൺഹോളി അലയൻസിനെ സംബന്ധിച്ചുള്ളത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുകൊണ്ട് ഇത് നിങ്ങളുടെ പരാജയ ഭീതി, നിങ്ങൾ അങ്ങനെ പറയാമോ, ഒരു മന്ത്രി ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നാണല്ലോ പാഠം ഉൾക്കൊള്ളുക. അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണല്ലോ, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യുമോ? ഇല്ലല്ലോ രേണുക. ഇല്ല. ശരി ശ്രീ ജയസൂര്യൻ, നമുക്ക് സമയം കുറവാണ്, വളരെ ചുരുക്കി പറയുക. എന്തായാലും അതാ എല്ലാ സീറ്റിലും ജയിക്കാനാണ് കോൺഗ്രസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഇറക്കിയിരിക്കുന്നത്. പിന്നീട് ഉണ്ടാകുന്ന നഷ്ടം പോലും അവർ വകവെക്കുന്നില്ല. CPM അവർക്ക് സാധ്യമായ 4 MLA ഉൾപ്പെടെയുള്ളവരെ ഇറക്കി സാധ്യമായ തരത്തിലുള്ള മത്സരം അവരും കാഴ്ചവെക്കുന്നു. ഇത്തവണയും ഡബിൾ ഡിജിറ്റ് പോയിട്ട് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യം രണ്ട് മുന്നണികളും കൂടി ഒരുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോഴും ആരോപണം ബാക്കിയാണ്, നിങ്ങൾ വോട്ട് വയ്ക്കുന്നു എന്ന തരത്തിലുള്ള. ഇത്തവണ ഇടതുപക്ഷത്തിന് 4 സീറ്റ് കിട്ടാനും കോൺഗ്രസിന് 40 സീറ്റ് കിട്ടാനും BJPക്ക് 400 സീറ്റ് കിട്ടാനും വേണ്ടിയുള്ള മത്സരമാണ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നത്. അതായത് ഇടതുപക്ഷ കക്ഷികൾക്ക് 4 ലോക്സഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി പോയി, അതായത് തിരിച്ചു കിട്ടില്ല. കോൺഗ്രസിന് 40 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളുടെ പിന്നിലായി പോകും. അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനമെന്നല്ല, 1ാം സ്ഥാനം തന്നെ മുന്നണിയിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് 40 സീറ്റ് എന്നുള്ള ലക്ഷ്യം. BJP ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ മുന്നണിക്ക് NDAക്ക് 400 സീറ്റ് കിട്ടും എന്ന് ഞങ്ങൾ കരുതുന്നു. അതിനുവേണ്ടി ആ 400-ൽ കേരളത്തിൽ നിന്നും ഒന്നും ഉണ്ടാകില്ല എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും പരമാവധി സീറ്റ് നേടാൻ കഴിയുന്ന അനുകൂല സാഹചര്യം ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതും കൂടി ചേർത്താണ്
ഞങ്ങൾ ഈ 400 സീറ്റ് എന്ന കണക്ക് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും CPM-ന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷ്യം ഞങ്ങൾ തികയ്ക്കും. കേരളം അതിന് ഭാഗമായിരിക്കുന്നു. ഒരു സംശയവും ആ കാര്യത്തിൽ BJPക്ക് ഇല്ല. പക്ഷെ കോൺഗ്രസിന് സംശയമുണ്ട്, CPM-നും സംശയമുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിലും വ്യക്തമാകുന്നത്. ശരി, ശ്രീ M. ലിജു, വ്യക്തിപരമായി KC വേണുഗോപാലിനെതിരെ കൂടിയുള്ള ആരോപണങ്ങൾ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷമാണ് കോൺഗ്രസ് പാളയം വിട്ട് ഇത്രയധികം ആളുകൾ BJPയിലേക്ക് പോകുന്നതെന്ന്, ആ ഏജന്റായി അദ്ദേഹം ഇവിടെയും പ്രവർത്തിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. വളരെ ചുരുക്കി പറഞ്ഞ് താങ്കൾക്ക് അവസാനിപ്പിക്കാം. അത് MP രാജേഷിൻ്റെ വളരെ സബ്സ്റ്റാൻഡേർഡായ ഒരു മന്ത്രിയുടേതോ ഒരു ജനപ്രതിനിധിയുടേതോ നിലവാരമില്ലാത്ത സബ്സ്റ്റാൻഡേർഡായ ഒരു പോസ്റ്റായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഞാൻ അതിനെ കണ്ടില്ല. പക്ഷേ കേട്ടതിൻ്റെ സ്വഭാവം വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടിയിൽ പോലും ആത്മവിശ്വാസമില്ലാത്ത, പരദൂഷണവും അല്ലെങ്കിൽ പിന്നെ തൃത്താലയിലൊക്കെ തന്നെ BJPയുടെ വോട്ട് എത്രമാത്രം കുറഞ്ഞു അതിനെ സംബന്ധിച്ചുള്ള കണക്ക് പുറത്തു വരേണ്ടി വരും. യഥാർത്ഥത്തിൽ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ വിഷമിക്കുന്നത് രാജേഷാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുകയാണ്. KC വേണുഗോപാൽ മത്സരിച്ച് കോൺഗ്രസ് 20 സീറ്റും നേടുന്നതിൽ ദുഃഖമുണ്ടാകുന്നതിൽ BJPയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് രാജേഷിൻ്റെ പോസ്റ്റിനെ അതിനെ അർഹിക്കുന്ന തരത്തിൽ ഞങ്ങൾ അതിനെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞുള്ള വിയോജിപ്പോട് ഞാൻ രേഖപ്പെടുത്തുന്നു. പാർലമെന്ററി കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് മാത്രമല്ലല്ലോ ശ്രീ സമ്പത്ത്, പ്രസിഡൻസും ഇല്ലേ. 1989 ആദ്യം ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിച്ച രാജീവ് ഗാന്ധിയെ തന്നെ 187 സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് റിജക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വർത്തമാന കാലഘട്ടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ആരെയാണ്? ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയല്ലേ. അപ്പോൾ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു. പാർലമെന്റിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് വ്യക്തിയല്ല, മത്സരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടിക്ക്, പ്രത്യേകിച്ച് വർത്തമാനകാല ജനാധിപത്യത്തിൽ അതിന് വലിയ ഒരു സ്ഥാനമുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ BJP അത് നേടിയെടുത്തതും അങ്ങനെയാണല്ലോ. ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുകയും പിന്നീട് ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുകയെന്ന് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ, മുന്നണികളെ അതിജീവിച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനും എന്ന നിലയിൽ അത്തരം ഒരു സാധ്യത തള്ളിക്കളഞ്ഞത് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച്, ബെസ്റ്റ് ബെഡ്സിനെ ഉപയോഗിച്ച് ഇന്ത്യയിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ശരി, എന്തായാലും വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യവും ഇതുതന്നെയായിരുന്നു. ഈ അവസാന നിമിഷത്തെ ട്വിസ്റ്റ് ആർക്ക് വേണ്ടി എന്ന ചോദ്യമാണ് പ്രേക്ഷകരോട് ചോദിച്ചത്. അതിൽ 59% പേരും പറയുന്നത് കോൺഗ്രസ് ലിസ്റ്റിലെ ട്വിസ്റ്റ് BJPക്ക് വേണ്ടി എന്നാണ്. അല്ല എന്ന് പറയുന്നത് 41% മാത്രം. എല്ലാ അതിഥികൾക്കും വളരെ നന്ദി. അന്തിച്ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.